മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഫാമിലി കൗൺസിലിങ്ങിൽ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ മാനസിക ഭാവങ്ങളെക്കുറിച്ചാണ്. അവനിൽ കുടികൊള്ളുന്ന മാനസിക ഭാവങ്ങൾ നമുക്ക് 3 വിധത്തിൽ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനെല്ലാം തികഞ്ഞവനാണ്, അറിവുള്ളവനാണ്, കഴിവുള്ളവനാണ്, എന്നാൽ നീ ഒന്നിനും കൊള്ളില്ല, നീ മോശക്കാരനാണ്, കഴിവില്ലാത്തവനാണ്, അറിവില്ലാത്തവനാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവമാണിത്. ഇതിങ്ങനെ പുലർത്തുന്ന വ്യക്തികളുണ്ട്. നമ്മുടെ മാനസിക ഭാവങ്ങളെ ഒന്ന് അപഗ്രഥിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമത്തത്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, എന്നാൽ നിന്നെ എല്ലാത്തിനും കൊള്ളാം. ഇതൊരാത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഇവർ മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ മറ്റുള്ളവരിലേക്ക് തിരിയുകയായി. ഈ ആത്മവിശ്വാസം ഒത്തിരി ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്. ദൈവം ഗിഫ്റ്റായിട്ട് തരുന്നതാണ്, കൃപയാണ് എന്ന ബോധ്യത്തോടെ തന്നെ ദൈവത്തിൽ എനിക്ക് സാധിക്കും എന്നുള്ളൊരു ബോധ്യം ഉൾക്കൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ ഭാവം, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാനും നീയും കൊള്ളാവുന്നവരാണ് എന്നൊരു മനോഭാവം പുലർത്തുവാൻ അത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അത് സാധിക്കണം. ഞാൻ എന്നെ കാണുന്നതും മറ്റുള്ളവരെ കാണുന്നതും മറ്റുള്ളവർ എന്നെ കാണുന്നതും ഇങ്ങനെ തന്നെയാണ്. ഈ ഭാവമാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിലിപ്പിയർ 4:13 പൗലോസ് അവതരിപ്പിക്കുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ശക്തി അതാണ്. അപ്പോൾ എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം സാധിക്കും എന്നുള്ളൊരു ബോധ്യം അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. മറ്റുള്ളവരിൽ മാറ്റമുണ്ടാകുന്ന പ്രധാനമായും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലൂടെയാണ്. എന്നാൽ എന്നിൽ മാറ്റമുണ്ടാകുന്ന ഞാൻ എന്നെ അറിയുമ്പോഴാണ്. സെൽഫ് അവെയർനെസ് ഇസ് ദ ബെസ്റ്റ് ഹീലിംഗ് എന്നൊരു പറച്ചിലുണ്ട്. എന്നെ അറിയുമ്പോൾ എനിക്ക് മാറ്റമുണ്ടാകും എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എന്നെ ഞാനായി അംഗീകരിക്കുക, എന്നിൽ കഴിവുകളും കുറവുകളും ഉണ്ടെന്ന് അംഗീകരിക്കുക. അതാണ് സെൽഫ് റെസ്പെക്റ്റ് ഓർ സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുക. അത് കുറവുള്ളവരുണ്ടാവും, ആ കുറവുകളെ പരിഹരിക്കണം. അച്ഛനൊരു ചെറിയ സൈക്കോളജിക്കലാണ് എങ്കിലും ഒരു ചെറിയ മാർഗം പറയുകയാണ്. രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് സെൽഫ് സ്ട്രോക്ക് കൊടുക്കുക. നീ മിടുക്കനാടാ, നിനക്ക് പലതും ചെയ്യാൻ സാധിക്കും എന്ന് ഒരു സ്വയം ഒന്ന് പറയുക. വൈകിട്ട് എഗെയിൻ ദിവസത്തിൻ്റെ അവസാനം കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൺഗ്രാജുലേഷൻസ്, ഇന്ന് നീ ഇന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. സെൽഫ് അപ്രീസിയേഷൻ. മോർണിംഗിൽ സെൽഫ് സ്ട്രോക്ക്, ഈവനിങ് സെൽഫ് അപ്രീസിയേഷൻ. അങ്ങനെ നൽകുമ്പോൾ നമ്മളുള്ള സെൽഫ് എസ്റ്റീം വളരും, സെൽഫ് റെസ്പെക്റ്റ് വളരും. അത് നല്ലതാണ്, ആത്മീയ ജീവിതത്തിന് വളരെ നല്ലതാണ്. ഇത് വസ്തുതയിൽ ആത്മീയത തന്നെയാണ്. നമ്മളോട് എപ്പോഴും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നീ മിടുക്കനാണ്, നീ നല്ലവനാണ് എന്നൊക്കെ. അതൊന്ന് അവെയർ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനൊന്ന് സൈക്കോളജിക്കലായിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രം. സ്വയം കുറവുകൾ അംഗീകരിക്കുമ്പോഴാണ് വ്യക്തികൾ വളരുന്നത്. ചിലരെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം സ്വയാവബോധമില്ല എന്നതാണ്. അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരെ എതിർക്കും. ഈ ഭാവം സ്വീകരിക്കാൻ നമുക്ക് അങ്ങേയറ്റം പരിശ്രമിക്കാം. ഇതെല്ലാ ജീവിതാവസ്ഥയിലുള്ളവർക്കും അഭികാമ്യമാണ്. നിൻ്റെ ജീവിതാവസ്ഥ, നീ വിവാഹിതനാവാം, വൈദികനാവാം, സിസ്റ്ററാവാം, ഏത് ജീവിതാവസ്ഥ, യുവാവ് യുവതി, ആർക്കും ഇതാവശ്യമാണ്. അതുകൊണ്ട് ഈ മാനസിക ഭാവങ്ങളെ ഒന്ന് മനസ്സിലാക്കുകയും ആ ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ കത്ത് ആരുടേതാണ്? ഇന്നത്തെ ആദ്യത്തെ കത്ത് കൊല്ലത്ത് നിന്നും റോസമ്മ എന്ന വീട്ടമ്മ എഴുതുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛ, എനിക്ക് 40 വയസ്സുണ്ട്. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ വിവാഹം എനിക്കത്ര കാര്യപ്രാപ്തിയാകുന്നതിന് മുൻപ് നടന്നു. 3ാമത്തെ കുട്ടി ഉണ്ടാകുന്നതുവരെ എനിക്ക് കുടുംബത്തിൽ സമാധാനമുണ്ടായിരുന്നു. 3ാമത്തെ പ്രസവത്തോടുകൂടി പ്രസവം നിർത്തി. അതുമുതൽ ജീവിതത്തിൽ കാറും കോളും കണ്ടു തുടങ്ങി.
എല്ലാവരോടും എല്ലാം തുറന്നു സംസാരിക്കുന്ന പ്രകൃതിയായിരുന്നു എനിക്ക്. ഭർത്താവിന് ലൈംഗിക കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഇടപെട്ടാലും ഗർഭം ധരിക്കത്തില്ലല്ലോ എന്ന ചിന്ത എന്നെ വഴിതെറ്റിച്ചു. പിന്നെ അയൽവാസികളുമായി അശുദ്ധ പാപത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കുടുംബം തകർച്ചയുടെ വക്കിലെത്തി. കടഭാരം, കുട്ടികളുടെ വിദ്യാഭ്യാസം, തുച്ഛമായ വരുമാനം ഇതെല്ലാം എന്നെ അലട്ടി. പ്രശ്നങ്ങൾ കാരണം ഞാനും പിള്ളേരും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചുപോയി. എല്ലാ തലത്തിലും ഞാൻ നശിച്ചുപോയി. ഈ സാഹചര്യത്തിൽ എനിക്ക് ഒരു മോചനമുണ്ടോ? അച്ഛൻ മറുപടി തരണമേ. റോസ്മേ ഞാൻ മനസ്സിലാക്കുന്നു, വിവാഹം പുരുഷനും സ്ത്രീയും പക്വത പ്രാപിച്ചിട്ട് നടത്തുന്നതാണ് ഉചിതം. എനിക്കറിവില്ലാത്ത സമയത്ത് നടത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ചെറിയൊരു ഊഹം തരികയാണ്. സ്ത്രീക്കൊരു 26, പുരുഷനൊരു 28 ഒക്കെ ആകുമ്പോഴാണ് ഒരു വിവാഹ ജീവിത പക്വത പ്രാപിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതിന് മുമ്പ് ലൈംഗിക പക്വത പ്രാപിക്കുമെന്ന് അച്ഛനറിയാം. പക്ഷേ വിവാഹ ജീവിത പക്വത, ഒരു ജീവിതത്തെ മുൻപിൽ കണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് നല്ലതാണെന്നുള്ളത് ഞാൻ പൊതുവായിട്ട് ഒരു അഭിപ്രായം പറയുകയാണ് ഈ കത്തിൻ്റെ വെളിച്ചത്തിൽ. പക്ഷേ ഇത് വലിയ ഇന്ന് പലപ്പോഴും വലിയ വ്യത്യാസമുണ്ടാക്കുന്നുണ്ട്. ചിലർക്ക് വളരെ നേരത്തെ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അത് തിരുത്തപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഞാൻ മനസ്സിലാക്കിയത് പ്രസവം നിർത്തിയതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിമുട്ടുകൾ വന്ന് കാറും കോളും കണ്ടു തുടങ്ങി എന്നാണ് റോസമ്മയുടെ വാക്കുകൾ. ഇവിടെ പാപകാരണമായത് വാസ്തവത്തിൽ അതാണ് എന്ന് റോസമ്മ തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും ഇത് ശരിയല്ല. അതായത് പ്രസവം നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ വന്ധീകരണമാണ്. ഞാനത് വ്യക്തമാക്കി പറയുന്നതേ ഉള്ളൂ. അത് പാപം തന്നെയാണ്. നിയമാവർത്തനം 23:1 നമ്മൾ വായിക്കുന്നുണ്ട് വചനം: വൃഷണം ഉടയ്ക്കപ്പെട്ടവനും ലിംഗം ഭേദിക്കുന്നവനും സഭയിൽ പ്രവേശിക്കുവാനാവില്ല. അതെന്താണെന്നറിയാൻ നിങ്ങൾക്ക്? ട്യൂബെക്ടമി ആൻഡ് വാസക്ടമിയാണ്. അത് രണ്ടും തെറ്റ് തന്നെയാണെന്ന് ബൈബിൾ സാക്ഷിക്കുന്നുണ്ട്, സഭ പഠിപ്പിക്കുന്നുണ്ട്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. പൊതുവേ അത് മാറിപ്പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ തന്നെ സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നു, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ജനിക്കാനിടം കൊടുക്കാത്തപ്പോൾ ആ കുഞ്ഞിനെ കൊന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ തിന്മയെക്കുറിച്ച് ശരിക്കും അനുതപിക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇതിനൊരിക്കലും ആർക്കും കൂട്ടു നിൽക്കരുത്. ഞാനത് ഉദ്ദേശിച്ചത് വീണ്ടും പല പല പാപങ്ങളിലേക്ക് വീഴാൻ, ഗൗരവമായ പാപങ്ങളിൽ വീഴാൻ ഇതിനിടയാക്കി എന്നുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു കാരണവശാലും പാടില്ല. ഇന്ന് ചില ആളുകൾ തിരിച്ചു ചെയ്യുന്നുണ്ട്. ഞാൻ ഈയിടെ ഒരു ധ്യാനത്തിന് പോയതാണ്, കുടമാളൂർ അടുത്ത് പോയത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് പറയാണ്, മെഡിക്കൽ കോളേജിൽ എൻ്റെ ഭാര്യ അഡ്മിറ്റഡാണ്. ഞാൻ പറഞ്ഞു, എന്താ അസുഖം ചോദിച്ചോടനെ? അസുഖമൊന്നുമില്ല, ഞങ്ങൾ വന്ധീകരണം ചെയ്തായിരുന്നു, തിരിച്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഉണ്ടച്ച. എന്താ ഇതിന് പ്രേരകമായത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടിയതാണ്. അപ്പോൾ വചനത്തിലൂടെ മനസ്സിലായി ചെയ്ത് തെറ്റിപ്പോയെന്ന് തിരിച്ചു ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് റോസ്മയോട് അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ എടുക്കുക. ഏതായാലും തെറ്റാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഹെബ്രായ 13:4 പറയുന്നുണ്ട്, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസന്മാർഗീയതയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് ആ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവമായിട്ട് എടുക്കണം എന്നതാണ് എനിക്ക് റോസ്മയോട് പറയാനുള്ളത്. റോസ്മ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം കരുണയുള്ളവനാണ്. നിരാശപ്പെടേണ്ട, ദൈവത്തിലേക്ക് തിരിയുക. നന്നായിട്ട് കുമ്പസാരിച്ച് പറ്റുമെങ്കിൽ ഒരു ധ്യാനം കൂടി, ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. കഴിഞ്ഞതെല്ലാം തമ്പുരാൻ എടുത്തു മാറ്റും. അതുപോലെ യെശയ്യാ 26:3 പറയുന്നുണ്ട്, ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചാൽ സമാധാനം കിട്ടും. സമാധാനം എന്ന് പാളിപ്പോയത് തമ്പുരാനിൽ നിന്ന് ഹൃദയം മാറിപ്പോയതുകൊണ്ടാണ്. തിരിച്ച് തമ്പുരാനിലേക്ക് ഹൃദയം ഉറപ്പിച്ചാൽ കിട്ടും, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എന്താണ് നിമ്മിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്? റോസമ്മ
സന്തോഷവതിയായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിഞ്ഞു. മൂന്നാമത്തെ പ്രസവം നിർത്തിയതോടുകൂടിയാണ് കുടുംബത്തിൽ അസമാധാനം ഉണ്ടായത്. അതവിടെ അപ്പം വന്ധ്യംകരണം നടത്തിയത് കൊണ്ടാണ്. വന്ധ്യംകരണം എന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വന്ധ്യംകരണം നടത്തിയതാണ്, അല്ലാതെ അല്ലല്ലോ. അപ്പം വന്ധ്യംകരണം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പ്രജനനത്തെ തടയുന്ന ഏതും പാപമാണ്. അപ്പം ഇവിടെ അത് കഴിഞ്ഞ് അതിനുശേഷം ശിശുവിനെ സ്വീകരിക്കുവാനുള്ള വൈമനസ്യവും അതെല്ലാമാണല്ലോ ഈ പ്രജനനത്തെ തടയുന്നത്. അപ്പം അതെല്ലാം പാപമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കണ്ണിക 498 പറയുന്നുണ്ട്. അപ്പം അതോടുകൂടി അവരുടെ കുടുംബജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഭർത്താവിന് ലൈംഗിക കാര്യങ്ങൾ താല്പര്യമില്ല എന്ന് സ്ത്രീ പറയുന്നുണ്ട്. അത് ആണെന്നും കണ്ടു ഉടനെ അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ വ്യഭിചാരം നടന്നു. വ്യഭിചാരം പാപമാണ്. ദാമ്പത്യ വിശ്വസ്തത ആണ് കുടുംബത്തിലെ പ്രധാനമായിട്ടുള്ളത് വിവാഹ ജീവിതത്തിൽ. ആ വിശ്വസ്തതയും നഷ്ടപ്പെട്ടു. അവിഭാജ്യത ആണ് വിവാഹ ബന്ധത്തിൻ്റെ പ്രധാന. അവളുടെ വിഭജിക്കാൻ പാടില്ലാത്ത സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടി അവൾ വിഭജിച്ചു കൊടുത്തു. അപ്പോൾ അതുതന്നെ അവളുടെ വിശ്വസ്തതയ്ക്കും എല്ലാം കാരണം അവിശ്വസ്തതയായി. അപ്പം കുടുംബജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നു. അപ്പം ആത്മഹത്യ, കടഭാരം, മക്കളും എല്ലാമായിട്ട് ആത്മഹത്യ ഇതിനൊന്നും ഒരു പരിഹാരമല്ല. അപ്പോൾ ആത്മഹത്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് തെറ്റ്. അപ്പോൾ അവിടെയും വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണ്. അപ്പം നമുക്ക് തന്ന ജീവൻ തന്നത് ദൈവമാണ്. ദൈവം തന്ന ജീവനെ എടുക്കുവാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അപ്പം അതിൽ കൈകടത്തുവാൻ നമുക്ക് ഒരു അവകാശമില്ല. അപ്പം പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനമായിട്ടും വഴി. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആരെങ്കിലും മേലധികാരികളുമായിട്ട് ഒന്നുകിൽ വികാരി അച്ഛനോട് പറയുക, ഇങ്ങനെ തെറ്റ് ഒന്ന് ഇവളുടെ പ്രേരണ തന്നെ ആയിരിക്കാം. നമുക്ക് ലൈംഗിക കാര്യങ്ങൾ ഭർത്താവിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. അപ്പം അവരോടൊക്കെ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അവർ അത് മുതലെടുക്കും. അങ്ങനെയാണ് ഇവൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺവെൻ്റ് ഉണ്ടെങ്കിൽ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനോട് പറയാം, അല്ലെങ്കിൽ അച്ഛന്മാരോട് പറയാം. ആരോടെങ്കിലും പറഞ്ഞു ഇതിന് പ്രത്യേകം മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തേടുക. അവൾ തന്നെ സ്വയം പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന നടത്തുക. മക്കളുമായിട്ട് ശരിക്കും ഭർത്താവിന് വേണ്ടിയും അവൾക്ക് വേണ്ടിയും എല്ലാം ശരിക്കും പ്രാർത്ഥിക്കുക. അവൾ തന്നെ സ്വയം അവളുടെ ശരീരങ്ങളെയെല്ലാം പ്രത്യേകം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവളുടെ ലൈംഗിക അവയവങ്ങളെ, അവളുടെ എല്ലാ മനസ്സിനെ, അവളുടെ എല്ലാ അവയവങ്ങളെയും തന്നെയും പിന്നെ തിരുരക്തം ഒഴിച്ച് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പം എല്ലാത്തിനും ഒരു ശമനമുണ്ടാകും. അവളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയെല്ലാം സമർപ്പിച്ച് തിരുരക്തം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിനും വിടുതൽ ലഭിക്കും. അതിനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം. നിമ്മയുടെ അഭിപ്രായത്തിൽ റോസമ്മ തൻ്റെ ജീവിതം മുഴുവനായിട്ടൊന്ന് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം പറയുകയുണ്ടായി. സിസ്റ്റേഴ്സിനോട് പറയാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഒന്ന് തുറന്ന് പറഞ്ഞ് മനസ്സിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാകുവാൻ ഇടയാവട്ടെ. തീർച്ചയായിട്ടും ധ്യാനം കൂടുകയാണെങ്കിൽ അതിൽ അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേക്കുറിച്ച് ടോമിച്ചൻ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഈ റോസമ്മ ഭർത്താവിൻ്റെ അറിവോടോ അറിവില്ലാതെയോ എങ്ങനെയാണെന്ന് നമുക്ക് അത് വ്യക്തമല്ല. മൂന്നാമത്തെ പ്രസവത്തോടു കൂടി പ്രസവം നിർത്തി. അവിടെയാണ് എല്ലാ തിന്മയുടെയും ആരംഭം. അതുവരെ സന്തോഷത്തോടും സമാധാനത്തോടും ആ കുടുംബം പോയത്. അവിടെ തിന്മയുടെ സ്വാധീനത്തെ നമ്മൾ വിളിച്ചു വരുത്തിയതാണെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടൊരു പ്രക്രിയയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിന്മയുടെ സ്വാധീനം നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു കാരണമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. മക്കളെ പോറ്റാനുള്ളതോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ താല്പര്യങ്ങളോ അതൊക്കെ ആയിരിക്കാം. പക്ഷേ ദൈവത്തിലുള്ള അവിശ്വസ്തത അവിടെ വ്യക്തമായി. അവിടെയാണ് തിന്മ കടന്നു വന്നത്. ഇനി ആ 3 മക്കളുണ്ടാകുന്നിടം വരെയും ഈ ഭർത്താവിൻ്റെ കുറവുകൾ റോസമ്മയ്ക്ക് ഫീൽ ചെയ്തിരുന്നില്ല എന്ന് വേണം പറയാൻ. താല്പര്യക്കുറവുണ്ട്, ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിനൊന്നും മക്കളുടെ ജനനത്തിനൊന്നും തടസ്സമായിരുന്നില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ലൈംഗിക താല്പര്യങ്ങൾ കുറവാണ് ഈ ഭർത്താവിനെങ്കിൽ തീർച്ചയായിട്ടും അവനെ അതനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് റോസമ്മ അതിൽ സംതൃപ്തി കണ്ടെത്തക്ക വിധത്തിൽ അവനെ ക്രമപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. അതിന് പകരം അന്യപുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോയത് അതിനേക്കാളും ഭീകരമായ ഒരു തിന്മയിലേക്ക് പോയി. നന്നായിട്ട് വസ്ത്രധാരണം നടത്തുകയും അവൻ്റെ മുമ്പിൽ മാന്യമായിട്ട് ഒരുങ്ങി അവനെ ആ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഇടപെടലും ഉണ്ടായാൽ തീർച്ചയായിട്ടും ഏതൊരു പുരുഷനും തീർത്തും മോശക്കാരനല്ലല്ലോ. 3 മക്കളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അപ്പോൾ അതിനെ സാഹചര്യം ഒരുക്കാമായിരുന്നു. ഇനി ആഹാരത്തിൽ പോലും അതിന് പറ്റുന്ന ആഹാരങ്ങൾ നല്ല മുരിങ്ങക്കായൊക്കെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
സാധാരണ ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകുമെന്നാണ് പറയുന്നത് പുരുഷന്മാർക്ക്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ തന്മയത്തമായിട്ട് കാര്യങ്ങൾ നീക്കി അത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ ആസ്വാദികരമാക്കേണ്ടതിന് പകരം തിന്മയുടെ വഴിയിലേക്ക് കടന്നു പോയത് അടുത്ത വഞ്ചനയാണ്. ദൈവത്തോടുള്ള, കുടുംബജീവിതത്തോടുള്ള, ദാമ്പത്യത്തോടുള്ള അവിശ്വസ്തതയിലേക്ക് വീണ്ടും പോയി. ഇതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ അടിസ്ഥാന കാരണമെന്ന് റോസമ്മ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അടിവരയിട്ട് ഒന്നുകൂടെ ഓർപ്പെടുത്തോളുക. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിൽ തുടങ്ങി അത് വീണ്ടും വേറൊരു തിന്മയിലേക്ക് പോയി. ഇത് രണ്ടും നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും തകർക്കുകയാണ്. അടുത്ത കുഞ്ഞ് വേണ്ട എന്ന് വെച്ചത് കൂടുതൽ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്കാണെങ്കിൽ നിങ്ങൾ കൂട്ട ആത്മഹത്യയ്ക്ക് അവസാനം ശ്രമിച്ചത്. ആ തിന്മയുടെ സ്വാധീനത്തിൻ്റെ പോക്ക് ഓർക്കണം. കൊറിന്തോസ് 2 തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നൽകിയത്. ആത്മനിയന്ത്രണം വേണം ജീവിതത്തിൽ, അതില്ലെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള റോസമ്മേ, ഞങ്ങൾക്ക് 5 മക്കളുള്ളവരാണ്. ഒരു ദോഷവുമില്ലാതെ ദൈവം ഞങ്ങളെ നടത്തിയിട്ടുണ്ട് ഇന്നുവരെ. അപ്പോൾ കുഞ്ഞുങ്ങൾ കൂടിയതൊന്നും ഒരു തടസ്സമല്ലായിരുന്നു. ഇനി അതൊക്കെ അനുദപിക്കുക, ദൈവത്തോട് മാറ്റി പറയുക. അച്ഛൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടുക. അടിയന്തരമായിട്ട് പുള്ളിക്കാരനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് റോസമ്മയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ മക്കളും അപ്പനും അമ്മയും കൂടെ പോയി ധ്യാനം കൂടിയിട്ട് നല്ല കൗൺസിലിംഗ് നടത്തി അനുദപിച്ച് ശരിയായൊരു കുമ്പസാരം നടത്തി തമ്പുരാൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വിശ്വകുർബാന സ്വീകരിച്ച് പുതുജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ ഭാരമെല്ലാം മാറും. ആത്മഹത്യയൊന്നും ചെയ്യാതെ അനുഗ്രഹത്തിൻ്റെതായ ജീവിതത്തിലേക്ക് ഇങ്ങ് കടന്നു വരാം. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. തീർച്ചയായിട്ടും ടോമിൻസിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുറച്ചുകൂടെ ഭർത്താവിനോട് വളരെ സ്നേഹമയമായിട്ട് ഇടപെടുകയും ആ വ്യക്തിയെ കുറച്ചുകൂടെയൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും റോസമ്മയ്ക്ക് സാധിക്കും. തിന്മ ഏതായാലും ഒഴിവാക്കണം. അതിന് സഹായകമായിട്ട് ധ്യാനം, രണ്ടുപേരും കൂടെ കൂടുന്നതും നല്ലതാണ്. അങ്ങനെ ഒരു നവീകരണ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാവട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും റോസമ്മയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കും അല്ലേ? അടുത്ത കത്ത് അയർക്കുന്നത്ത് നിന്നും സെലീനാമ്മ എഴുതുന്നതാണ്. അച്ഛാ, എൻ്റെ ഭർത്താവ് ലയൺസ് ക്ലബ്ബിലെ ഒരു സജീവ അംഗമാണ്. ക്ലബ്ബ് കാര്യങ്ങളിൽ വലിയ തൽപരനാണ്. ഇതിൻ്റെ പേരിൽ മദ്യപാനവും മറ്റും നടക്കുന്നതായി അറിയുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ മീറ്റിംഗ് വെച്ചപ്പോൾ മദ്യം വിളമ്പിയിരുന്നു. ഇതെല്ലാം മക്കൾക്ക് ദുർമാതൃകയല്ലേ? എത്ര പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ല. ഇത് വലിയ വേദനയോടെയാണ് ഞാൻ എഴുതുക. ധാരാളം കുടുംബങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിരുത്സാഹപ്പെടുത്തിയാലും എൻ്റെ ഭർത്താവ് ഇതിന് പോകാതിരിക്കില്ല. ഇതേക്കുറിച്ച് ഷാലോം TV-യിലൂടെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാമോ? തീർച്ചയായിട്ടും സെലീനാമ്മ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ധാരാളം കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ പത്രത്തിൽ വന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കുന്ന ആർക്കും ഒരു വേദന തോന്നരുത്. ഞാനത് അതേപടി ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പനയും ചീട്ടുകളിയുമാണ് നടക്കുന്നതെന്നും സേവന പ്രവർത്തനങ്ങളെന്ന പേരിൽ നടക്കുന്നതൊക്കെ തട്ടിപ്പാണെന്നും ക്ലബിൻ്റെ മുൻ റീജിയണൽ ചെയർമാൻ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഞാനതിനകത്ത് പേരൊഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. മനഃപൂർവ്വമാണ് ഒഴിവാക്കിയത്. അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടാകരുത്. അപ്പോൾ ഈ ക്ലബിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഈ തിന്മ കണ്ടിട്ട് അതൊന്ന് പിന്തിരിഞ്ഞ് നവീകരണത്തിലേക്ക് കടന്നു വന്നയാളാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ ഇത് പ്രത്യേകമായിട്ടും വിളിച്ചുകൂട്ടി പറഞ്ഞു. എല്ലാ പത്രങ്ങളിലും ഇത് റിപ്പോർട്ടായിട്ട് വന്നതാണ്. ഇതെല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. മറ്റു ചില പ്രശ്നങ്ങളും ക്ലബിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു ചിലർ എന്നോട് മറ്റു ചില പ്രശ്നങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില സ്ത്രീകളും ഇതിൽ ഒരു വീണു പോവുകയും വലിയ അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന വിശ്വാസിയാണെന്നല്ല പറയുന്നത്, ഞാൻ ഇന്ന ക്ലബിലെ അംഗമാണ്. അതിൻ്റെ പേരൊക്കെ പറയും. ഞാൻ ഒരു ക്ലബിനെയും എടുത്തു പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. അപ്പോൾ അതിങ്ങനെ വലിയ അഭിമാനത്തോടെ ഇത്രയും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള മട്ടിലാണ് അവതരിപ്പിക്കുക. എനിക്ക് മനസ്സിലാവും ഞങ്ങളുടെ അതിരൂപതയിലെ മാതൃസംഘത്തിൻ്റെ
പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയിലെ പ്രവർത്തനങ്ങൾ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നതാണ്. ഇതിനു മാത്രം വലിയ പ്രാധാന്യം എടുത്ത് പറയേണ്ടതല്ല എന്ന് തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഓർമ്മിപ്പിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ഒന്നിച്ചു കൂടാൻ സഭ ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഒരു ആത്മീയമായ പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമൊന്നുമല്ല, ഒരുമിച്ചിരിക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെയുള്ള എല്ലാ വേദികളും ഇന്ന് സഭ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ട്. പേരെടുത്ത് പറയേണ്ടതില്ല. പ്രായത്തിൽ 60 മേൽ പ്രായമുള്ളവർക്കാണ് വയോജന വേദി എന്ന് പറയുക. വിവാഹിതരായ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, യുവജനങ്ങൾക്ക്. വെറും ഒരു ആത്മീയമായ പോക്ക് മാത്രമല്ല, എല്ലാ തലങ്ങളിലും അവർക്ക് ആവശ്യമായ എൻ്റർടൈൻമെൻറ്റ്, സന്തോഷം, ഒന്നിച്ചുകൂടാനുള്ള അവസരം എല്ലാം ഒരുക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വഴികളിലേക്ക് നീങ്ങുന്നത് വേണ്ട, ഉപേക്ഷിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പങ്കുചേരുക, ആത്മീയമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക. ഈ ലോകത്തിൽ നമ്മൾ ആത്മീയരായി ജീവിക്കേണ്ടവരാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിനെ എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ ശക്തിനെ രക്ഷിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി സെൽനാമ്മയുടെ കാര്യത്തിലേക്ക് വന്നാൽ, സെൽനാമ്മയോട് എനിക്ക് പറയാനുള്ളത് ഉള്ളുരുകി പ്രാർത്ഥിക്കണം എന്നാണ്. കാരണം ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. മത്തായി 20:28 പറയുന്ന പോലെ ഇത് പാപമോചനത്തിനായുള്ള എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞാൽ തിരുരക്തം മോചനദ്രവ്യമാണ്. പിശാചിൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവിടെ തളിച്ച് പ്രാർത്ഥിച്ച് ഈ ബന്ധനത്തിൽ നിന്നും ഭർത്താവിനെ രക്ഷിക്കണം. ഇത് മക്കൾക്ക് വലിയ ദുർമാതൃകയാണെന്ന് പറയേണ്ടതില്ല. മാതാപിതാക്കൾ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രഭാഷകൻ 41:7 ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. സെൽനാമ്മ പ്രാർത്ഥനയുടെ സ്നേഹത്തിലൂടെയും അദ്ദേഹത്തെ ഈ ബന്ധനം തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്തെ രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് ടോമിൻസിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും സെൽനാമ്മയുടെ ആകുലത വളരെ അർത്ഥവത്താണ്. കത്ത് എഴുതിയതിന് ഒത്തിരി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ക്ലബിലെ അംഗങ്ങൾ, ക്ലബ്ബൊക്കെ തുടങ്ങിയതിൻ്റെ ഉദ്ദേശശുദ്ധി ഇന്ന് പാടേ പോയി. നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഒരു നിലവാരമുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും സഭയ്ക്കുമൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണെന്ന് ഓർക്കണം. അതിന്ന് മദ്യപാനത്തിലേക്ക് കൂപ്പുകുത്തി, അച്ഛൻ പറഞ്ഞതുപോലെ അതിനോടൊപ്പം ചേർന്ന മറ്റ് തിന്മകൾക്കും കൂപ്പുകുത്തിയ സാഹചര്യത്തിലായി ഇന്ന് കേരളത്തിലെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഇതിനൊരു അറുതി വരേണ്ടത് ആവശ്യമാണ്. ഈ ബാർ നിർത്തിയ അവസരത്തിലും ക്ലബിൻ്റെ ലൈസൻസിനെ പറ്റിയൊക്കെ പത്രമാധ്യമങ്ങളിലുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഈ തിന്മയ്ക്കുള്ള സ്വാധീനത്തിൽ നിന്ന് ഓടി അകലണം മനുഷ്യൻ. പ്രത്യേകിച്ച് സെൽനാമ്മയുടെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും ഒരു വിശ്വാസി കൂടിയാണല്ലോ. അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ ക്ലബിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രസമ്മേളനം നടത്തി തിന്മയിൽ നിന്ന് മോചനം നേടണമെന്ന് പറഞ്ഞതുപോലെ ആർജവത്വം കാണിക്കാൻ, ധീരത കാണിക്കാൻ, തെറ്റിനെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓടിയകലാനും മറ്റുള്ളവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള ശ്രമം ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ഈ സ്റ്റാറ്റസ് നിലനിർത്താനാണ് അച്ഛൻ പറഞ്ഞ പൊങ്ങച്ചൻ പറഞ്ഞ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയുള്ള പാഴ്ശ്രമങ്ങളായത് സമൂഹ മധ്യത്തിൽ അങ്ങനെയുള്ള ഒരു പുച്ഛിക്കപ്പെടുകയും തള്ളപ്പെടുകയാണ് ചെയ്യുന്നുള്ള യാഥാർത്ഥ്യം അറിയാൻ മേലാതെ പോകും. ഞങ്ങളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മദ്യമാണ് എല്ലാത്തിലും വലുതെന്നൊക്കെയുള്ള ചിന്ത, അല്ലെങ്കിൽ അത് ഒരു പുതിയ നിലവാരം പുലർത്തുന്നതാണെന്നോ സംസ്കാരത്തിൻ്റെ അത്യുച്ചത്തിലാണെന്നോ ഒക്കെ പറയുന്നത്, ചിന്തിക്കുന്നതൊക്കെ പോഷത്വമാണ്. എനിക്കതിനോട് ചേർന്ന് തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള, അച്ഛൻ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പള്ളിമുറ്റങ്ങൾ വിശാലമാക്കേണ്ട സമയം ഇതിപ്പം ഒതുങ്ങി വരിക. പള്ളിമുറ്റത്ത് അച്ഛന്മാർ തന്നെ പറയട്ടെന്നേ, പള്ളിമുറ്റത്ത് രാവിലെ ഞായറാഴ്ച പള്ളി വന്നു കഴിഞ്ഞാൽ ആ പള്ളിക്ക് കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് അല്ലെ കുർബാന കഴിഞ്ഞ് എല്ലാവരും കൂടെ വട്ടം നിന്ന് സംസാരിക്കട്ടെ, അവരുടെ ഹൃദയം തുറക്കട്ടെ, അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഇന്ന് നമ്മുടെ പള്ളികൾ പോലും എല്ലാം അടച്ചു കെട്ടി പോകുന്ന ഒരു സിസ്റ്റമാണ്. അത് മാറണം, ഓപ്പൺ ആകണം. നല്ല ശുദ്ധവായു കീറത്തക്ക രീതിയിൽ ആളുകൾ ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു 10-11 മണി വരെയെങ്കിലും പള്ളിമുറ്റത്ത് ചുറ്റി ഇരുന്ന് വർത്താനം പറഞ്ഞു ആ ഒരു സ്റ്റാറ്റസൊക്കെ അവിടെ ആ വിധത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകത്തക്ക തരത്തിലൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത്, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം അച്ഛൻ പറഞ്ഞതുപോലെ നല്ല ധ്യാനത്തിന് പോകാൻ പറ്റുന്നെങ്കിൽ പുള്ളിക്കാരനെ ഇവിടെ കൂട്ടി ധ്യാനത്തിന് പോവുക.
2 നിരന്തരം പ്രാർത്ഥിക്കുക. തമ്പുരാൻ വിടുതൽ തരും. തിരുരക്തം ഒഴിച്ച് വിശുദ്ധ കുർബാനയിലൊക്കെ സജീവമായിട്ട് പ്രാർത്ഥിച്ച് അഭിപ്രായത്തിൽ തിരക്ക് നിറച്ച് പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ ഒരു ധ്യാനത്തിന് പോവുക, പിന്നെ പള്ളി കൂടുതൽ കേന്ദ്രീകൃതമായിട്ട് ഈ സന്തോഷങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു അവസരം ഉണ്ടാകണം എന്നുകൂടി പറയുകയാണ്. നെമ്മി എന്ന് പറയുന്നു. ക്ലബിൻ്റെ പേര് പറഞ്ഞു മദ്യപിക്കുന്നത് ശരിയല്ല. മദ്യപാനം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഓരോ സാഹചര്യത്തിലും നമ്മുടെ നന്മയെ വിവേചിച്ചറിയുവാനും ശരിയായ പുണ്യങ്ങൾ അഭ്യസിക്കാനുമുള്ള വിവേകം നമുക്ക് എടുക്കണം. പിന്നെ ആത്മസംയമനം. ഒരു മദ്യം വിളമ്പി എല്ലാവരും അത് കഴിക്കണമെന്നൊന്നും നിയമമില്ല. അപ്പം അതിൽ നിന്ന് ഒഴിവാകുക. പിന്നെ ഈ സെലനാമയോട് പറയാനുള്ളത്, സെലനാമ ഭർത്താവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ ഭർത്താവുമായിട്ട് ഏതായാലും ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരല്ലേ, അപ്പം ക്രൈസ്തവരായതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടാകുമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടി വിളിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക. ജപമാല പ്രത്യേകം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. കരുണക്കൊന്ത, ഇങ്ങനെയുള്ള ഈ കരുണയുടെ വർഷത്തിൽ കരുണക്കൊന്തയൊക്കെ പ്രത്യേകം ചൊല്ലുക. വിശ്വാസ പ്രമാണം എന്നിവയൊക്കെ പ്രത്യേകം നിരന്തരം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാവുക. പിന്നെ ഈ ഭർത്താവിനെ സമർപ്പിച്ച് തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ വിടുതൽ കിട്ടും. അഭിപ്രായത്തിൽ പ്രാർത്ഥനയിലൂടെ ഭർത്താവിനെ നേടിയെടുക്കണം, തിന്മയിൽ നിന്ന് അകലണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ മൊത്തമായിട്ട് പറയുന്നത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ ഭർത്താവിനെ നേടുവാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവരും ഇതൊരു പാഠമായിട്ട് സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്നും അകന്ന് ദേവാലയ കേന്ദ്രീകൃതമായിട്ടുള്ള സന്തോഷവും ഒക്കെ അനുഭവിക്കുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 2 കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പിന്നെ തമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ 2 കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ അമൂല്യമായ തിരുരക്തം, അൾത്താരയിൽ അതേ തിരുരക്തം ആ കുടുംബങ്ങളുടെ മേൽ തളിക്കണമേ. എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അവരെ വിമോചിപ്പിക്കുകയും അങ്ങയുടെ കൃപയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണമേ. എല്ലാ ദുസ്വാധീനങ്ങളും മാറിപ്പോകുവാൻ കർത്താവേ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആ കുടുംബങ്ങളിലെ ആവശ്യങ്ങൾ നിരവധിയാണല്ലോ, അങ്ങ് തന്നെ ഇടപെട്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.